ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ നോ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു വ്ളോഗ് ഇടുന്നത്. എനിക്ക് ചെറിയൊരു ബ്രേക്ക് പോലെ വന്നു. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് ഓർത്തിയാൽ, പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറച്ച് ഷൂട്ട്സും കുറച്ച് പ്രോഗ്രാംസൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കങ്ങനെ പ്രോപ്പറായിട്ടൊരു കോണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരു ദിവസം ഒരു വ്ളോഗ് എടുത്തായിരുന്നു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ. സോ വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇതുണ്ടായില്ല. ഒരു പ്രോപ്പർ കോണ്ടന്റ് ഇല്ലാണ്ട് വെറുതെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്യാൻ ആക്ച്വലി. അപ്പോൾ ഇന്ന് ഇറ്റ്സ് ഇന്ന് 20th February ആൻഡ് ഇപ്പോൾ ഇറ്റ്സ് ടൈം 10:15 ആയി. ഞാൻ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഞാൻ ഇന്ന് ലേറ്റായി, ഇന്നലെ ഇച്ചിരി കിടക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റിട്ട് ജസ്റ്റ് ചായയൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഇവൻ്റ് ഉണ്ട് ആക്ച്വലി. ജയലക്ഷ്മിയുടെ ഒരു പ്രീ ലോഞ്ച് ഇവൻ്റ് ഉണ്ട്. സോ അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോകണം. അപ്പം അതിൽ ബി വേറെ കുറേ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട്. ബട്ട് ഇറ്റ്സ് അറ്റ് 6:30 ഈവനിങ്ങിൽ. സോ ഐ തോട്ട് എങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു ഡേ മാക്സിമം വ്ളോഗ് ചെയ്യാൻ നോക്കാമെന്ന്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഒരു വേറൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈലിങ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഹെയർ കെയർ റുട്ടീൻ ഇപ്പോൾ ഇതിൽ ചെയ്യില്ല, ബിക്കോസ് ഞാൻ ജസ്റ്റ് ഹെയർ എൻ്റെ സ്റ്റൈൽ ചെയ്യത്തേ ഉള്ളൂ. ആദ്യമേ ഐ സ്ട്രെയിറ്റ് മൈ ഹെയർ, എന്നിട്ട് ആ ഒരു ഇത് യൂസ് ചെയ്ത് കേൾ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാലും എനിക്ക് 6:30 ഇവൻ്റ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഐ ഹോപ്പ് ഇറ്റ് സ്റ്റേസ്. യൂഷ്വലി ഞാൻ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇത് നിൽക്കാറില്ല, ആ ഒരു വേവ്സ് അങ്ങനെ നിൽക്കാറില്ല. മേ ബി ലൈക്ക് ഒരു 1 hour നിന്നു. ബട്ട് എനിക്കിഷ്ടമാണ് ആ വേവ്സ് നിന്നില്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും ഐ ലൈക്ക് ഹൗ മൈ ഹെയർ ലുക്സ്. സോ ഇറ്റ്സ് ഫൈൻ. ഇത് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നൈസ്. വേവ്സ് അതേപോലെ നിന്ന് മുടിയിൽ നിന്ന് നോക്കി. ബട്ട് ഇല്ലെങ്കിൽ ഇല്ല. ഐ നീഡ് ടു ഗെറ്റ് എ സെറ്റിംഗ് സ്പ്രേ ലൈക്ക് ഹെയറിൻ്റെ. മേ ബി അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് മൈറ്റ് സ്റ്റേ. ഐ ഡോണ്ട് നോ, എൻ്റെ മുടിയുടെ ആണോ അത് ഇരിക്കാത്ത, അതോ ഹീറ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ മാക്സിമം ഹീറ്റ് യൂസ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് അത്. പിന്നെ മറ്റേ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുറേ ടൈം എടുക്കും മുടി ഇങ്ങനെ ചെയ്ത് വരാൻ. സോ എനിക്ക് അത്രയും ടൈം ഇതാക്കാനും വയ്യ. ഇത് കഴിയുമ്പം ഞാൻ ഐ വിൽ ഡു മൈ ഹെയർ, എന്നിട്ട് ഐ നീഡ് ടു ഡു മൈ നെയിൽസ് ഓൾസോ. എൻ്റെ നെയിൽസ് പോയി. സോ ഐ മൈറ്റ് ജസ്റ്റ് do my nails. I'm planning to wear a sari. Usually അമ്മയാണ് ഉടുപ്പിച്ച് തരാറ്, but she is not here, വർക്കിനെ പോയേക്കുക. അപ്പം ഐ നീഡ് ടു ഡു ഇറ്റ് ബൈ മൈ സെൽഫ്. എനിക്കറിയത്തില്ല എന്താവും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇവൻറ്റിന് സാരി തനി ഉടുത്ത് പോകാൻ പറ്റണേ. ബട്ട് ലെറ്റ്സ് സീ, ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ലുക്ക് നൈസ്. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ചെയ്യാറുണ്ട്, പക്ഷേ വീഡിയോസ് ആരും നോക്കൊന്നും വേണ്ടല്ല. ഇവിടുത്തെ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ സെറ്റ് അങ്ങനെയാണല്ലോ. ബട്ട് ഐ ഡോണ്ട് നോ, ഊരി പോകാതിരുന്നാൽ മതിയെന്നേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ഫുൾ പിന്നെ വെച്ച് വെക്കേണ്ടി വരും. സോ ഫോർ ദ ടൈം ബീങ് ഐ എം ജസ്റ്റ് ഗോണ എഡിറ്റ് സം വീഡിയോസ്. ഇൻസ്റ്റയിൽ കുറച്ച് കോണ്ടന്റ് എഡിറ്റ് ചെയ്യാനുണ്ട്. സോ ഐ വിൽ ഡു ദാറ്റ്. ഐ ഹാവ് നോ ഐഡിയ ആക്ച്വലി ഇന്ന് എന്ത് ചെയ്യും, എന്തൊക്കെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അതൊന്നും അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ദർ ഇസ് ഇൻ മച്ച്, ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ. ഇരുന്നപ്പോഴത്തേക്കും എനിക്കിത് 2 പാക്കേജസ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ 2 അൺബോക്സിങ് ഇതുപോലെ ചെയ്യാമെന്ന്. ഐ തിങ്ക് ഒരു എത്നിക് സെറ്റാണെന്ന് തോന്നണു അത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒരു കോഡ് സെറ്റാണ് ഇത്. റിമെമ്പർ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടപ്പോഴത്തേക്കും. ഓൺലൈൻ എനിക്ക് ഇല്ലാത്ത ടൈപ്പ് ഇതാണ്. ഞാൻ അങ്ങനെ ഇടാറില്ല കോഡ് സെറ്റൊക്കെ, ലൈക്ക് എത്നിക് കോഡ് സെറ്റ്. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു ഷോർട്ട് കുർത്തി പോലത്തെ, ആൻഡ് എൻഡിൽ ഇതേപോലത്തെ ലേസിൻ്റെ ഒരു ഡീറ്റെയിലിങ്. ആ സെയിം ഇത് സ്ലീവ്സിലും ഉണ്ട്, നെക്കിൻ്റെ ഏരിയയിലും ഉണ്ട്. ഐ ലൈക്ക് ദ പ്രിന്റ്. ആൻഡ് a palazzo. Yeah.
എനിക്കിതിന് ഇറക്കമുണ്ടോ എന്ന് അറിയത്തില്ല. സെയിം ലേസിൻ്റെ ഈ പാൻറ്റിൻ്റെ ബോട്ടം ഇതിലുമുണ്ട്. കൊള്ളാം. ഞാൻ ഇതിട്ടിട്ടുള്ള കോണ്ടന്റ് ആയി പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും ഇതിൻ്റെ. എനിക്കിപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാനുള്ള എനർജി ഇല്ല, മടിയാണ് ചെറുതായിട്ട്. നെക്സ്റ്റ് പാക്കേജ് വൈറ്റ്. ഇതും ഐ തിങ്ക് ഇറ്റ്സ് സെയിം. അതേപോലത്തെ എന്തോ കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഫ്രം ദ ബ്രാൻഡ് വിശുദ്ധ്. അതും വിശുദ്ധ് എന്ന് പറഞ്ഞൊരു എത്നിക് വെയർ ബ്രാൻഡിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇത് നിവർത്തി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ഇതേപോലെ മടക്കി വയ്ക്കാൻ അറിയത്തില്ല, അതാണ് പ്രശ്നം. ഓക്കെ ആ ഇത് ഓക്കെ. ഇറ്റ് ഹാസ് എ ബോട്ടം. ഇതൊരു പലാസോ പോലത്തെയാണ്, വൈറ്റ് കളർ. ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ബ്ലൗസ്, ക്രോപ്പ് ടോപ്പ് കൈൻഡ് ഓഫ് തിങ്. ഇതിങ്ങനെ വരും. ഷോ ഇത്രയും ലെങ്തേ ഉള്ളൂ. ഓവർ കോട്ട് പോലെ, ലൈക്ക് ഒരു ഷ്രഗ് പോലത്തെ ഒരിതാ. ഇവിടെ ഒരു ബട്ടണേ ഉള്ളൂ, ബാക്കി ഫുൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും. കണ്ടപ്പോഴത്തേക്കും ഇതും ഇറ്റ്സ് സംതിങ് വിച്ച് ഐ ഡോണ്ട് ഹാവ്. ഞാൻ ഇങ്ങനത്തെ യൂഷ്വലി ഇടാറില്ല. എത്നിക് എന്ന് പറയുമ്പോൾ ആകെ ഇടുന്ന കുർത്തയാണ്. അപ്പം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരിത് ട്രൈ ചെയ്യണമെന്നുണ്ടായി. ദാറ്റ് വാസ് ഇറ്റ്. ഇനി ഐം ഗോണ ജസ്റ്റ് ഡു മൈ ഹെയർ. ഇറ്റ്സ് 12 o'clock. ഇപ്പം ഞാൻ ചെയ്യുവാണെങ്കിൽ 1 2 3 ഒരു 5 hours മുടിയിൽ അതിരിക്കും. അപ്പോൾ ഹോപ്പ്ഫുള്ളി അത്രയും നേരം വയ്ക്കുമ്പം ഇറ്റ് വിൽ സ്റ്റേ ലോങ്. ആ ഒരു വേവ്സ് പോലത്തെ ഉള്ളത്. സോ ഐ സ്ട്രെയിറ്റ് മൈ ഹെയർ. സോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രെയിറ്റ്നർ, എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് സ്ട്രെയിറ്റ്നർ ഏതാണെന്ന്. ഇറ്റ്സ് ഫ്രം ഫിലിപ്സ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നർ. ഐ തിങ്ക് ഒരു 3-4 years ആയിട്ടുണ്ടാവും ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ സ്ട്രെയിറ്റ്നേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയേക്കുന്നത് ഇതാണ്. സോ ദിസ് ഇസ് ദ സ്ട്രെയിറ്റ്നർ ഐ എം യൂസിങ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇഫ് യു ഗൈസ് വാണ്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട്. ദെൻ ഞാനപ്പം മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് I'll be using this. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. I think it was really cheap. എനിക്ക് എത്ര പ്രൈസ് എന്ന് ഓർമ്മയില്ല. I think it was less than 300 or something. Start straightening my hair. ഇപ്പോൾ ഓൾറെഡി ഇത് I think അത്രയും സ്ട്രെയിറ്റ് ചെയ്യേണ്ട പാടുണ്ടാവത്തില്ല. കാരണം ഞാൻ ഓൾറെഡി സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി ചെറുതായിട്ട് ചെയ്യണം സ്ട്രെയിറ്റ്. സോ I'm gonna do that. I'll just section my hair. ഹെയർ ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി സ്ട്രെയിറ്റ് അയക്കുന്നതുകൊണ്ട് ഞാൻ അത്രയും തിൻ സെക്ഷൻസ് എടുക്കുന്നില്ല. ഞാൻ കുറച്ച് വലിയ വലിയ സെക്ഷൻസ് തന്നെ എടുത്തിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് പോകാൻ ഇത്ര എടുക്കാൻ. ഈ ഒരു സ്ട്രെയിറ്റ്നർ ഐ തിങ്ക് ഞാൻ വലിയ സെക്ഷൻസ് യൂസ് ചെയ്താലും വേഗം തന്നെ മുടി ലൈക്ക് സ്ട്രെയിറ്റ് ആവാറുണ്ട്. മിഡിൽ പാർട്ടീഷൻ എടുക്കാൻ പോവാ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെയും കൂടി മുടി പാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്ലിപ്പും കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ഇത് ഞാൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എന്നെ കാണാൻ ഫുൾ കോമഡി ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ സെക്യൂർ ചെയ്യാം. ഓക്കെ, ഇതിവിടെ ഇതാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് സ്റ്റാർട്ട് ഈ സൈഡിൽ നിന്ന്. ഇറ്റ്സ് ഈസി ആക്ച്വലി. ഒരു സെക്ഷൻ ഇവിടെ നിന്ന് എടുക്കുക, ജസ്റ്റ് ട്വിസ്റ്റ് ഇറ്റ്. അതിവിടെ വന്നു കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ ഇവിടെ നിന്ന് എടുക്കുക.
ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ആക്ച്വലി. I also thought of removing my facial hair. ചെറിയതായിട്ട് facial hair ഇതായിട്ടുണ്ട്. So let's do that. ഓയിലാണ് യൂസ് ചെയ്യാറ്. It's from Anuva, brand Anuva. I think it's how it's pronounced, Anuva. അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കൂ. I'm gonna use this blade. സെറ്റാഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യുക. സോ ഞാൻ യൂഷ്വലി ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ കൂടുമ്പോഴാണ് ചെയ്യാറ്. അപ്പം ഈ പ്രാവശ്യം ഐ തിങ്ക് മോർ ദാൻ 2 വീക്സ് എന്തോ ആയായിരുന്നു. ബട്ട് സ്റ്റിൽ I like how my skin looks after that. Now the time is 4:34 p.m. and it's almost time ready ആവാൻ വേണ്ടി. ഞാൻ ലഞ്ച് കഴിച്ചായിരുന്നു. I also did my nails. First I thought extensions വെക്കാതെ, പിന്നെ എനിക്ക് മടിയായി. അപ്പം ഞാൻ ഓൾറെഡി ഉള്ള നെയിൽസിൽ തന്നെ കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡ് നെയിൽ പോളിഷ് അടിച്ചു. So I'm gonna start getting ready. So first I'll start with doing my skincare. ഞാൻ പക്ഷെ അധികം ഒന്നും ചെയ്യുന്നില്ല. I'm gonna use this moisturizer. ഇതിനകത്ത് ഫസ്റ്റ് മേക്കപ്പ് ചെയ്യാം, എന്നിട്ട് സാരി ഉടുത്തിട്ട് I'll do my hair. എനിക്ക് ടീഷർട്ട് ഇതെങ്ങനെ ഊരുമെന്ന് അറിയില്ല. ഈ സാധനം തലയിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ നെക്കാണെങ്കിൽ ഭയങ്കര ചെറുതും അതാണ്. So I have no idea how I'll do that. Next, I'm gonna use a vitamin C serum from Dermaco. Next is sunscreen. This is also from Dermaco. Next is primer. This primer is actually really good. I think നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്രിസ്മസ് ഗെറ്റ് റെഡി വിത്ത് മീലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണേ. നൈക്കയുടെ ഫൗണ്ടേഷൻ. ആക്ച്വലി ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ഫൗണ്ടേഷൻ ആട്ടോ ഇത് നൈക്കയുടെ. ഇത് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഇട്ടാൽ തന്നെ മതി. ഞാൻ ഇത് അധികം അപ്ലൈ ചെയ്യാറില്ല. ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് അത്യാവശ്യം ഗുഡ് കവറേജ് ഓൾസോ. കൺസീലർ ഐ എം യൂസിങ് Too Facedൻ്റെ കൺസീലർ. ആക്ച്വലി 2 ബ്ലഷ് യൂസ് ചെയ്യാൻ നോർത്തു. ഫസ്റ്റ് ഇസ് ദിസ് വൺ ഫ്രം Mars. Next is this blush from Tipsy Beauty.
കെ ബ്യൂട്ടിയുടെ ലൂസ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ്, ഞാൻ മാർസിൻ്റെ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിന് highlighter ആയിട്ട് I'm going to take this. ചെറിയൊരു ഗ്ലിറ്റർ ഷെയ്ഡ് ഇടാന്ന് ഓർത്ത് ഞാനിപ്പം അതൊരു സെയിം ഇവിടെ. എനിക്കറിയില്ല വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് കൊടുക്കാമെന്ന് ഓർത്ത് ഞാൻ ഗോണ അപ്ലൈ ഐലൈനർ. അതെനിക്ക് ഇങ്ങനെ നോക്കി ചെയ്യാൻ പറ്റില്ല, സോ ഞാൻ അല്ലാതെ ഐലൈനർ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങും. സോ ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ അത് വെയിറ്റ്. മേബലിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് ഫിക്സർ ജസ്റ്റ് ഇതാക്കാൻ പോവാ. മൈക്ക് ടു മച്ച്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇപ്പം അപ്ലൈ ചെയ്യുന്നില്ല. എത്ര സാരി എടുത്തു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ഐ ഡു ഇറ്റ്. സോ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാ സാരിയിലേക്ക്. ഐ ആം ലേറ്റ് ആസ് യൂഷ്വൽ, സോ ഞാൻ വേഗം സാരിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഐ കം ബാക്ക്. ഞാൻ നല്ല ലേറ്റായി. ഞാൻ സാരി എടുത്ത് കഴിഞ്ഞു. ഇപ്പം എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല, ബട്ട് ഐ തിങ്ക് ഐ ഡിഡ് നൈസ് ജോബ്. ഞാൻ വിചാരിച്ച പോലെയൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വാച്ചും ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ടു. ഞാൻ മാല ഒന്നും ഇടുന്നില്ല. ഇൻസ്റ്റഗ്രാം കൊണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഇയറിങ്. ഐ തോട്ട് ഇപ്പം ഇതായിരിക്കാന്ന് മുടി. സാരി എടുത്തപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ വേർത്ത്. ഈ ഷർട്ട് ഊരിയപ്പോഴും ഞാൻ ചേഞ്ച് ചെയ്ത സമയത്ത് വീണ്ടും ഇതായിരുന്നു. ലെറ്റ്സ് സീ. ഇവിടെ കുറച്ച് മെസ്സപ്പ് ആയിട്ടാണ് മുടി ഇരിക്കണത്. ആരോണോ ഇറ്റ് ലുക്സ് ഗുഡ്. ഞാൻ ഇത്രയും നാളത്തൂരെ വെക്കാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് എങ്ങനെ ആവും എന്നുള്ള. ഈ ഐ ഡോണ്ട് ഹാവ് ടൈം ഇതിങ്ങനെ നോക്കി ഇതാക്കി നിൽക്കാൻ വേണ്ടി. So this is how my hair looks. It's actually really good. ഞാൻ ഈ ഒരു ഇയറിങ്സ് ഇടാന്നാണ് ഓർത്തനെ. പിന്നെ ലിപ്സ്റ്റിക്കും കൂടി ഉള്ളൂ. സോ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടുമ്പോഴത്തേക്കും I'll go because Uber വിളിച്ചിട്ട് I need to go. It's a brand we are all very, very familiar with, and it's also a brand we love. My name is Ranjini Haridas, and I will be your host for this amazing evening.
Okay, Cine, you're such a sport. I mean, it's like everything that you said, it's a vision. ഞാൻ അങ്ങനെ ഇവന്റ് കഴിഞ്ഞ് തിരിച്ചെത്തി. നല്ല ടയേർഡാ, ഭയങ്കര ക്ഷീണം, ഉറക്കമൊക്കെ വരുക. 10:10 ഇപ്പം. ഞാൻ ഇവന്റ് ഫുൾ കഴിയാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഇറങ്ങിയപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായില്ല. അവിടെ ഒരു ഫാഷൻ ഷോയുടെ ഇതും കൂടി ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.